അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തല്ലോ, വണ്ടി എടുത്തിട്ട് ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേർക്ക് ഒരു വണ്ടിയിൽ ഇത്തിരി ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പരാജയം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് സ്റ്റിയറിങ്ങിനെ കറക്റ്റായിട്ട് തിരിക്കാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ അങ്ങ് കറക്റ്റ് ആകുന്നില്ല. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ വന്ന എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് ഞാനൊരു സ്റ്റിയറിംഗ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വിദ്യ പഠിപ്പിച്ചു കൊടുത്തു. അത് കറക്റ്റായിട്ട് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്തപ്പോൾ തന്നെ സ്റ്റിയറിങ്ങിൽ ഒരു മാറ്റം വരുത്താനായിട്ട് കഴിഞ്ഞു. ഞാൻ ആ ഒരു ട്രിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക, അവർക്കും ഉപകാരപ്പെടട്ടെ. ഞാൻ ഒരു വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. എൻ്റെ സബ്സ്ക്രൈബർ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഷൈബി ജോബി എന്ന് പറയുന്ന ഒരു ചേച്ചി എനിക്ക് തന്ന ഒരു ഗിഫ്റ്റാണ്. ഒരു വൈറ്റ് ഷർട്ട് ഗിഫ്റ്റായിട്ട് തന്നു. ആൾക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷെങ്കിൽ വണ്ടി ഓടിച്ചുള്ള പരിചയക്കുറവുണ്ട്. വണ്ടി ഓടിക്കാനായിട്ട് നല്ല ടാലൻ്റ് ഉള്ള ആളാണ്. പരിചയക്കുറവുള്ളത് കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ അങ്ങനെ ക്ലാസ് കൊടുത്തു. ഒരു 10 ക്ലാസ് 1 അവർ വെച്ചാണ് കൊടുത്തത്. ആളെന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഡ്രൈവിംഗ് പഠിച്ചെടുത്ത് ഇപ്പം തന്നെ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ തീർച്ചയായിട്ടും അവരുടെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരു വിദ്യ പഠിപ്പിച്ചു തരുന്നത് ഒരു അധ്യാപകനാണ്. അധ്യാപകനായിട്ട് മാത്രം കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രൈവിംഗ് നന്നായിട്ട് തന്നെ പഠിച്ചെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക്, ഇന്നത്തെ കണ്ടന്റിലേക്ക് നമുക്ക് കടക്കാം. അതായത് നിങ്ങൾക്കൊരു വാഹനത്തിലെ സ്റ്റിയറിംഗ് കൺട്രോൾ സിമ്പിളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ വണ്ടിയുടെ കീ ഓൺ ആക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ ഇവിടെ വണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടി കിടക്കുന്നത് ചെറിയൊരു സ്ലോപ്പ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്തു, ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്താൽ തന്നെ വണ്ടി നീങ്ങും. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വണ്ടി എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ട് നിങ്ങളുടെ കൈ ഇങ്ങനെ തന്നെ സ്റ്റിയറിംഗ് പിടിക്കണം. മനസ്സിലായി? എന്നിട്ട് ഞാനിവിടെ ക്ലച്ച് അയച്ച് പതിയെ വണ്ടി എടുക്കുന്നതിനോടൊപ്പം സ്റ്റിയറിംഗ് ഇതേ ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുന്നു. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 9-3 പൊസിഷനാണ്. ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് 9-3 പൊസിഷനാണ്. ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പ്രധാനമായിട്ട് ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, ഫസ്റ്റും സെക്കൻഡ് ഗിയറും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ജസ്റ്റ് നമ്മൾ വണ്ടി എടുത്ത് ചെറിയൊരു മൂവ്മെൻറ്റ്സ് നൽകി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്കിത് കൈ ഇവിടെ ബാലൻസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ഗിയർ ഇടാം. അപ്പോൾ പരമാവധി വണ്ടി റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇത് ഇവിടെ കൈ ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ ഇടാം. അപ്പം നിങ്ങൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ ഇങ്ങനെ ഇട്ടു, വണ്ടി ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇനി ഇപ്പോൾ സെക്കൻഡിലേക്ക് വന്നു. ഇനി തേർഡും ഫോർത്തും ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഇടേണ്ട ഗിയറുകളാണ് തേർഡും ഫോർത്തും. ഇത് നിങ്ങൾ ഓർക്കുക. പല ആൾക്കാർക്കും വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി തേർഡിലേക്കോ ഫോർത്തിലേക്കോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി നിന്ന് പോകുന്ന സാഹചര്യം വരുന്നത് തേർഡും ഫോർത്തും മൂവ്മെൻറ്റ്സിൽ ഇടത്തില്ല. അപ്പോൾ ഈ 2 ഗിയർ എപ്പോഴും ഓർത്തോണം, മൂവ്മെൻറ്റ്സിൽ ഇടാനായിട്ട് ഓർക്കണം. ഇപ്പം ഞാനിവിടെ തേർഡ് ഇടാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു, ക്ലച്ച് എന്ന് കാലയക്കുന്നു, വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു. കണ്ടോ? അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ തേർഡ് ഗിയറിലേക്ക് ഇടാം. ഇനി ഫോർത്ത് ഇടുമ്പോഴും നിങ്ങൾ ഇത് തന്നെ ചെയ്യണം. അപ്പം ഞാൻ ഇത് പറഞ്ഞതിൻ്റെ പിന്നിലെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാതെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൈ കൃത്യമായിട്ട് പഠിച്ചെടുക്കേണ്ട ഒരു വിധം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തല്ലോ, വണ്ടി എടുത്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ട്രിക്കാണ്. നിങ്ങളുടെ വലത്തെ കൈ സ്റ്റിയറിംഗ് വീലിന് ഇവിടെ വെക്കുക. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈയുടെ തള്ള വിരലില്ലേ, അതായത് ഈ വിരൽ പ്രോപ്പറായിട്ട് ഇവിടെ നിങ്ങൾ ഹോൾഡ് ചെയ്യണം. ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിക്കുമ്പോൾ ബാലൻസ് കിട്ടത്തില്ല. മനസ്സിലാവും? ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യണം. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ ഞാൻ ഇവിടെ താഴോട്ട് ഇങ്ങനെ വലിച്ചു, കണ്ടോ? എന്നിട്ട് ഇങ്ങനെ വലിച്ചു വലത്തെ സൈഡിലേക്ക് വന്നു, കണ്ടോ? എന്നിട്ട് വീണ്ടും ഞാനിത് ഇവിടുന്ന് പതിയെ നേരെയാക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, ഒന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കുന്നതിലും തെറ്റില്ല. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് പിടിക്കുന്ന സമയത്തും വലിയ പ്രോബ്ലം വരത്തില്ല. ഒരുപാട് പ്രഷർ ഇവിടെ കൊടുക്കരുത്. ഇങ്ങനെ ബാലൻസ് ചെയ്യുക ഫസ്റ്റ് ഗിയർ.
എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അടുത്ത ഗിയർ ഇടുമ്പോഴാണല്ലോ തെറ്റുന്നത്. ഇപ്പം നിങ്ങൾ സിംഗിൾ ഹാൻഡ് വെച്ച് ഇത് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാണ്. എന്നിട്ട് ഇടത്തെ കൈ ഗിയർ ലിവറിലേക്ക് ജസ്റ്റ് ഇതുപോലെ അങ്ങ് വെച്ചേക്കുക, വെറുതെ വെച്ചേക്കുക. എന്നിട്ട് ഫസ്റ്റ് ഗിയറിൽ നിങ്ങളിത് ഇതുപോലെ ഇടത്ത് ചേർന്ന് നമ്മളിങ്ങനെ വരുന്നു. എന്നിട്ട് അടുത്ത ഓരോ ഗിയർ ഇടുന്ന സമയത്ത് റോഡ് നിരപ്പാണെന്ന് ഉറപ്പ് വരുത്തണം. അപ്പം നിരപ്പാണെന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വന്ന് വണ്ടി സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തി സ്റ്റിയറിംഗ് വെച്ച് വണ്ടിയെ നേരെയാക്കി. നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ വണ്ടി നേരെ. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ചെറിയൊരു മൂവ്മെന്റ്സ് നൽകുന്നു, കൈ ഇവിടെ പിടിച്ചേക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം നമ്മൾ ഇത്രയും നേരം സിംഗിൾ ഹാൻഡ് കൊണ്ട് ഡ്രൈവ് ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഗിയർ ഇട്ട സമയത്ത് വലിയ പ്രയാസം വരില്ല. മനസ്സിലായോ? നമ്മൾ അതല്ല, രണ്ട് കൈ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു, കുറേ നേരം ഡ്രൈവ് ചെയ്യുന്നു. പെട്ടെന്ന് നമ്മൾ ഈ ഗിയർ മാറ്റേണ്ട ആവശ്യത്തിന് മാത്രമാണ് ലിവറിലേക്ക് നമ്മുടെ കൈ വരുന്നത്. ആ സമയം കൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് വാഹനത്തിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകും. ഇതാണ് അതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പരമാവധി രണ്ട് കൈ ഉപയോഗിച്ച് വേണം വണ്ടി ഓടിക്കാനായിട്ട്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഇടത്തെ കൈ ഗിയർ ലിവർ വരണമല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യേണ്ടി വരും, ഇതുപോലെ തന്നെ വൈപ്പർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ ഒരു കൈ മാറി യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അതുകൊണ്ട് സിംഗിൾ ഹാൻഡ് ഓടിക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ഇപ്പം നിങ്ങൾ നോക്കി, ഞാനിവിടെ ഇങ്ങനെ സെക്കൻഡ് വരികയാണ്. എന്നിട്ട് വീണ്ടും അത്യാവശ്യം റോഡ് സ്ട്രേറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തേർഡും ഫോർത്തും കൊടുക്കുമ്പോൾ ഇത്തിരി മൂവ്മെൻറ്റ്സിലിടണം. മനസ്സിലായോ? ഇപ്പം ഞാൻ വീണ്ടും എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരികയാണ്. ഇങ്ങനെ ബ്രേക്കിലേക്ക് വന്ന് ഞാനിതേ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേരുന്നു. ഇങ്ങനെ ചേർന്ന് ഇവിടെ വന്നു, റൈറ്റ് ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ പിടിച്ചതേ കണ്ടോ, ഇത്രയും നമുക്ക് താഴോട്ട് താഴ്ത്താം സ്റ്റിയറിംഗ് കണ്ടോ. എന്നിട്ട് വീണ്ടും ഇവിടെ നേരെയാക്കി തേർഡ് ഫോർത്ത് ഇടാനായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി, ആക്സിലറേഷൻ കുറച്ചു, ക്ലച്ച് പിടിച്ചു, തേർഡിലേക്ക് ഇട്ടു, ക്ലച്ച് ചെയ്യുന്ന കാലയച്ചു. കണ്ടോ? ഇപ്പം നിങ്ങൾ നോക്കി, എൻ്റെ വണ്ടി തേർഡ് ഗിയറിൽ പോവാണ്. അപ്പോൾ എനിക്ക് ആ തേർഡ് ഗിയറിൽ ബാലൻസും കിട്ടി, ഗിയർ ഇടുന്ന സമയത്ത് തെറ്റൊന്നുമില്ല. ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അതായത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ട് കൈ ഉപയോഗിച്ച് സ്റ്റിയറിംഗിലേക്ക് വരിക. വീണ്ടും ഒരു കയറ്റം കണ്ടു, ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ഒറ്റ കൈയിലേക്ക് വരുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഡൗൺ ചെയ്താൽ ഉടൻ തന്നെ വീണ്ടും എന്ത് ചെയ്യണം, രണ്ട് കൈ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഇത്തിരി നേരം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക. 10 മിനിറ്റ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ട് കൈ എടുത്ത് സ്റ്റിയറിംഗ് വീലിലേക്ക് വെച്ച് തിരിച്ചു നോക്കുക. നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും. കാരണം ഒരു കൈയും കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് സപ്പോർട്ടിന് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും. സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തുമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ, തീർച്ചയായിട്ടും മാറ്റം വരും. കാരണം ഒറ്റ കൈ കൊണ്ട് നിങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു കൈയും കൂടെ വന്നു കഴിയുമ്പോൾ കൂടുതൽ കോൺഫിഡൻസും നിങ്ങൾക്കൊരു സപ്പോർട്ടുമാണ് ലഭിക്കുന്നത്. അപ്പം നിങ്ങളുടെ മൈൻഡ് തന്നെ വളരെ ഫ്രീ ആകും. മനസ്സിലായോ? ഒറ്റ കൈയിൽ നിന്ന് മാറി രണ്ട് കൈയിലേക്ക് വരുമ്പോൾ മൈൻഡ് ഫ്രീ ആകും, സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തുമില്ല. ഇതൊരു സൈക്കോളജിയാണ്. അതിന് ഇങ്ങനെ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു, സെക്കൻഡിലേക്ക് ഇടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും രണ്ട് കൈകളും ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് വീണ്ടും വണ്ടി ഒന്ന് നേരെയായി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, സിംഗിൾ ഹാൻഡ് വെച്ച് വീണ്ടും ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക. സിംഗിൾ ഹാൻഡ് വെച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു. ചെറിയ വീതിയുള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് സൈഡ് കൊടുക്കാനും കഴിയും. ഇപ്പം ഞാനൊരു വില്ലേജ് റോഡിലാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു, തേർഡിലേക്ക് ഇടുന്നു. കണ്ടോ? എന്നിട്ട് വീണ്ടും എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു. കണ്ടോ? ഒരു കൈ കൊണ്ട് ഞാൻ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത വണ്ടികൾക്കൊക്കെ സൈഡ് കൊടുത്തു പോകുന്നു. ഓക്കെ, വീണ്ടും ഇവിടെ ഒരു കയറ്റം വന്നു, ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡിലേക്ക് ഇടുന്നു. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് ഇങ്ങോട്ട് തിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ തിരിഞ്ഞു വന്നു. എന്നിട്ട് നല്ല വളവുകളൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ കൈ പാടാണെന്ന് തോന്നിയ രണ്ട് കൈ എടുത്ത് പിടിക്കുക. അപ്പം നിങ്ങൾക്ക് എളുപ്പമാവും. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് തിരിഞ്ഞ് ഇവിടെ വന്ന് റെഡിയാകുക. റെഡിയായിട്ട് വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തേർഡ് കൊടുക്കുക. ഇവിടെ കൈ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു, വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് കൊടുത്തു. ഓക്കെ, വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി, കൈ ഇവിടെ പിടിച്ചേക്കാണ്, അതുകൊണ്ട് നമുക്ക് ഗിയർ തെറ്റത്തില്ല. ഫോർത്ത് കൊടുത്തു, തേർഡും ഫോർത്തും മൂവ്മെന്റ്സിലിട്ടു. ഇനി നമുക്ക് വീണ്ടും ഒരു മുന്നിലൊരു വളവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഫോർത്തിൽ പോകത്തില്ല. സ്ട്രെയിറ്റ് റോഡിലാണ് നാലാമത്തെ ഗിയർ ഇടേണ്ടത്. മൂന്നാമത്തെ ഗിയർ ആണ് ഇനി ഒരു വളവിൽ വേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, തേർഡ് ഗിയർ കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. ഈ ഒരു സിംഗിൾ ഹാൻഡ് ഡ്രൈവ് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുത്തും. എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ട് കൈകളും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുക. അതായത് രണ്ട് കൈകളും ഉപയോഗിക്കണം, സിംഗിൾ ഹാൻഡും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല. കറക്റ്റ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ചേരാം. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. ഒപ്പം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ഞാൻ നൽകുന്നുണ്ട്. ലൈസൻസ് നമ്മൾ എടുത്ത് കൊടുക്കുന്നില്ല, പ്രാക്ടീസ് മാത്രമാണ് നമ്മൾ നിലവിൽ നൽകുന്നത്. അതെൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായി ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം വാട്സപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൽ കോൺടാക്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. വാട്സപ്പിൽ ജസ്റ്റ് ഹായ് മാത്രം അയച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല.
നിങ്ങളുടെ ആവശ്യം എന്താണ്, നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എന്നുള്ളത്, അതുപോലെ തന്നെ നിങ്ങളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും കൂടെ ഒന്ന് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വാട്സപ്പിൽ നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്തിടുക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ നൽകുന്നതാണ്. പരമാവധി നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഇടുക്കി കട്ടപ്പനയിൽ വന്നെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ നിയമപരമായിട്ട് പ്രോപ്പറായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.